സംസ്ഥാനത്ത് CPM BJP ഏറ്റുമുട്ടൽ മൂർച്ഛിക്കുന്നു. കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ സംസ്ഥാനത്ത് പലയിടത്തും പരസ്പരം ഓഫീസുകളും സ്മാരകങ്ങളും തകർത്തു. കേരളം പിടിക്കാൻ BJPയും RSSും ആസൂത്രിത കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് CPMന്റെ ആരോപണം. എന്നാൽ ഭരണത്തിന്റെ തണലിൽ തങ്ങളെ നിരന്തരമായി ആക്രമിക്കുകയാണെന്ന് BJP കുറ്റപ്പെടുത്തുന്നു. കണ്ണൂരിലെ കൊലപാതക കണക്കായിരുന്നു ദേശീയതലത്തിൽ തന്നെ CPMനെതിരായ BJPയുടെ ആയുധം. അതിനിടയിലായിരുന്നു AKG ഭവനിൽ കയറി സീതാറാം യെച്ചൂരിക്കെതിരായ ഹിന്ദു സേനയുടെ കയ്യേറ്റ ശ്രമം. ഇതോടെ കേരളത്തിൽ കാര്യങ്ങൾ പരസ്യ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങി. അടിയും തിരിച്ചടിയുമായി ഇരുപക്ഷവും വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളുന്നതാണ് കഴിഞ്ഞ 3 ദിവസമായി കേരളത്തിലെ അവസ്ഥ. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും പരസ്പരം ഏറ്റുമുട്ടി. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ ബോംബേറോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. വടകരയിലെ RSS കാര്യാലയം, കോഴിക്കോട്ടെ BMS ABVP ഓഫീസുകൾ എന്നിവയ്ക്ക് നേരെയും അക്രമമുണ്ടായി. സംഘർഷം ഇന്ന് പുലർച്ചെയും തുടർന്നു. CPMന്റെ ഫറോക്ക്, നന്മണ്ട, തോടന്നൂർ ഓഫീസുകൾ തീവച്ച് നശിപ്പിക്കപ്പെട്ടു. ബാലുശ്ശേരി അടക്കമുള്ള സ്ഥലങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തു. ഞങ്ങളുടെ പാർട്ടി ഓഫീസ്, കേന്ദ്ര കമ്മിറ്റി ഓഫീസും ജനറൽ സെക്രട്ടറിയും ആക്രമിച്ചിൽ പ്രതിഷേധിച്ച് ഒരു ഹർത്താലിന് പോലും ഹാജരാവാതെ പ്രതിഷേധ പ്രകടനങ്ങൾ മാത്രം നടത്തിയിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഞങ്ങളുടെ ഓഫീസുകളും ഞങ്ങളുടെ കൊടിമരങ്ങളും തകർക്കുന്ന രീതിയിലേക്ക് BJP വന്നത്. BJP സംസ്ഥാന സെക്രട്ടറി VK സജീവന്റെ വടകരയിലെ വീടിന് നേരെ ഇന്ന് പുലർച്ചെ കല്ലേറുണ്ടായി. ഏതാണ്ട് 5 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന തുടർച്ചയായിട്ടുള്ള അക്രമമായിരുന്നു. സംഭവത്തിന് പിന്നിൽ CPM ആണെന്നാണ് ഞാൻ സംശയിക്കുന്നത്. പ്രാദേശിക തലത്തിൽ നിരവധിയിടങ്ങളിലാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. തുടർച്ചയായി കോഴിക്കോട് ജില്ല 2 ദിവസം ഹർത്താലിൽ മുങ്ങി. തിരുവനന്തപുരത്ത് BJP ഓഫീസിന് നേരെയുണ്ടായ ബോംബേറ്, പാറശാല, നേമം, ആറ്റിങ്ങൽ എന്നിവിടങ്ങളിൽ കൊടിമരങ്ങളും മറ്റും തകർക്കപ്പെട്ട സംഭവങ്ങൾ എന്നിവയെല്ലാം തലസ്ഥാന ജില്ലയും സംഘർഷ ഭീതിയിലാക്കി. മൂവാറ്റുപുഴയിൽ CPM അതിക്രമം ആരോപിച്ച് BJP ഇന്ന് ഹർത്താൽ ആചരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ സംസ്ഥാനത്ത് പലയിടത്തും ഏതു നിമിഷവും സംഘർഷമുണ്ടാകാമെന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. മീഡിയ 1 കോഴിക്കോട്. ഏത് നിമിഷവും സംഘർഷമുണ്ടാകാവുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ എത്തിച്ചതിന് പിന്നിൽ ആസൂത്രിതമായ രാഷ്ട്രീയ താൽപ്പര്യങ്ങളും നീക്കങ്ങളും ഉണ്ടോ? സ്പെഷ്യൽ എഡിഷൻ ഇന്ന് വിശദമായി പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. എന്നോടൊപ്പമുള്ളത് CPIM MLA KV അബ്ദുൽ ഖാദർ. ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിയിക്കാൻ തൃശ്ശൂരിലെത്തിയിട്ടുണ്ട്. BJPയുടെ B ഗോപാലകൃഷ്ണൻ തൃശ്ശൂരിലെത്തും. കോൺഗ്രസിൻ്റെ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ന്യൂസ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ KJ ജേക്കബ് ഉണ്ട് കൊച്ചിയിൽ. സേ നോ ടു ഹർത്താൽ മൂവ്മെന്റിന്റെ രാജു P നായർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ശ്രീ KJ ജേക്കബ്, ഈ ചർച്ച രാഷ്ട്രീയത്തിന് പുറത്തു നിന്ന് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ മാധ്യമപ്രവർത്തകനായ താങ്കളിലേക്ക് എൻ്റെ ആദ്യ ചോദ്യം ഞാൻ തരുന്നത്. ശ്രീ KJ ജേക്കബ്, പല സന്ദർഭങ്ങളിലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം, സാമൂഹിക ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രാദേശികമായ വഴക്കുകൾ, അതിൻ്റെ പേരിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ, അതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന സംഘർഷങ്ങൾ, അത് വളരുകയും അതിന് മറുപടി കൊടുക്കുകയും ചെയ്തുകൊണ്ട് അസ്വസ്ഥതയുണ്ടാകുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ നമ്മൾ പരിചയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ CPMന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് നേരെ ഉണ്ടായ അക്രമം, യെച്ചൂരിയെ കയ്യേറ്റം ചെയ്യാൻ നടത്തിയ ശ്രമം, അതിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉള്ള പ്രകടനങ്ങൾ, അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട സംഘർഷങ്ങൾ, ഇപ്പോൾ കേരളത്തിൻ്റെ ഉൾനാടൻ പ്രദേശങ്ങളിൽ പ്രാദേശികമായി തന്നെ പലയിടങ്ങളിലും ഈ അസ്വസ്ഥതകൾ ഒരു കലാപത്തിൻ്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് സൂക്ഷ്മമായി ഇത് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ ഗണത്തിൽപ്പെട്ടതാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതല്ല ഇതിന് പിന്നിൽ ആസൂത്രിതമായ താല്പര്യവും നീക്കങ്ങളുമുണ്ട് എന്ന് സംശയിക്കേണ്ടതുണ്ടോ? നമ്മൾ കുറച്ചു കാലം മുമ്പ് ശ്രീ K മുരളീധരൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി, അതായത് ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് DIC ഉണ്ടാക്കിയപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം കണ്ടു. അദ്ദേഹം ഒരു മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഓഫീസിലൊന്നും കാണാറില്ലെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൽക്കാൻ സമയമില്ലാത്ത വിധത്തിലാണ് പണി. കാരണം ഓരോ കൊച്ചു കാര്യങ്ങളിൽ പോലും ഇടപെട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ധാരണയായി, ബഹളമായി, പ്രകടനമായി, ഫുൾ ടൈം 24 മണിക്കൂർ. ഞാനിപ്പോൾ ആലോചിക്കുക, രാഷ്ട്രീയ പ്രസ്ഥാനം അങ്ങനെ തന്നെ പോയിട്ടുണ്ടായിരുന്ന കേരളത്തിലെ വലിയൊരു പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ കൊച്ചിയിൽ മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെയായിരുന്നു. ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്നത്,
ബി ജെ പിക്ക് അവർക്ക് കേരളത്തിൽ അവരുടെ വരവറിയിക്കേണ്ടതുണ്ട്, ഞങ്ങളിവിടെ ഉണ്ട് എന്നവർക്ക് കാണിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഉള്ള വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തൊട്ടതിനും പിടിച്ചതിനും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹർത്താൽ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു റീസൺ അതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് ബി ജെ പിയെ പ്രത്യേകിച്ച് കുറ്റം പറയാൻ ഞാനില്ല. കാരണം ഇതിനു മുമ്പ് CPM-ഉം കോൺഗ്രസും ഈ സംസ്ഥാനത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇഷ്ടംപോലെ ഹർത്താലുകൾ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട്. അതിൽ ന്യായമുള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. ഹർത്താലുകളെ പരിപൂർണമായിട്ട് തള്ളിക്കളയുന്ന ആളല്ല ഞാൻ. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ബി ജെ പിക്ക് ഞങ്ങളിവിടെ ഉണ്ട് എന്ന് നാട്ടുകാരെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഹർത്താലുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അത് ആ രാഷ്ട്രീയ ഉദ്ദേശം മനസ്സിലാക്കാതെ CPM അതിന് പോയി തലവെച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ കേട്ട CPM-ൻ്റെ നേതാവ് പറഞ്ഞപ്പോൾ കേട്ടതുപോലെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കയറി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഹർത്താലിന് ആഹ്വാനം ചെയ്യാതിരുന്ന CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിക്കെതിരെ ബോംബെറിഞ്ഞപ്പോൾ അവിടെ ഹർത്താലുമായിട്ട് വന്നു. നിങ്ങൾ ഒരു കാര്യം CPM-കാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു BJP-യുടെ കൊടിമരം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ മുഴുവൻ വാർത്തയാണ്, ലോകം മുഴുവൻ വാർത്തയാണ്. ഇത് നല്ലപോലെ മനസ്സിലാക്കിക്കൊള്ളുക. ഇത് കേരളത്തിലെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കളിയല്ല. കേരളത്തിൽ BJP-ക്ക് അത്ര വലിയ സ്റ്റേക്ക് ഉണ്ടെന്ന് അവർ തന്നെ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം ഇന്ത്യയുടെ പൊതുധാരയിൽ നിന്ന് എന്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്ന് കേരളത്തിന് പുറത്തുള്ളവരെ ബോധിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഇത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഏത് കൊച്ചു കാര്യത്തിനും കേരളത്തിൽ ഇപ്പോൾ ഹർത്താലുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു കൃത്യമായ രാഷ്ട്രീയ ആസൂത്രണത്തിൻ്റെ ഫലമാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് നടത്തുന്നവർക്കും കൊള്ളാം, അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് കൊള്ളാം. എനിക്ക് BJP-കാരെ നേതാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എത്ര അഗ്രസീവായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആവശ്യമില്ല. കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ സ്പേസ് BJP-ക്ക് കിടപ്പുണ്ട്. അത് രണ്ട് ഭരണകക്ഷികൾക്കും UDF-നും LDF-നും പുറത്ത് ഒരു രാഷ്ട്രീയത്തിൻ്റെ സ്പേസ് ഉണ്ട്. അങ്ങോട്ട് പോകാൻ വേണ്ടി ഹർത്താലുകൾ മാത്രമേ ഉള്ളൂ എന്ന് കണക്കാക്കേണ്ടതില്ല എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. ഞാൻ വരാം. ശ്രീ KV അബ്ദുൽ ഖാദർ, കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി BJP, കേരളം ഭരിക്കുന്ന പാർട്ടി, ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടി CPM. ഇവിടെ നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗിയായ BJP-യെ നേരിടാൻ രാഷ്ട്രീയമായ ഇടപെടലുകൾ, നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം അതുവഴി സാമൂഹികമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു സാഹചര്യം BJP നിയമസഭാ കണക്കുകളുടെ അംഗങ്ങളുടെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ദുർബലമായി നിൽക്കുന്ന BJP-യെ നേരിടാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ സ്വയം ഒരു പ്രാധാന്യം അർഹിക്കുന്ന തരത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അതിലേക്ക് വരാൻ വേണ്ടി തിടുക്കപ്പെടുന്ന, ഞാൻ ശ്രീ KJ ജേക്കബിൻ്റെ വാക്കുകൾ കടമെടുത്താണ് താങ്കളോട് ചോദിക്കുന്നത്, അങ്ങനെ ഒരു ഉദ്ദേശം, രാഷ്ട്രീയ ഉദ്ദേശം ഇപ്പോൾ നിങ്ങളുടെ പാർട്ടി ഓഫീസുകൾക്കും നിങ്ങളുടെ പ്രവർത്തകർക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് പിന്നിലുണ്ടെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതല നിർവഹിക്കുന്ന, അതിൻ്റെ സമ്പൂർണ്ണാധികാരം കൈയാളുന്ന ഭരണത്തിലിരിക്കുന്ന CPM-ന് അങ്ങനെ തിരിച്ചാക്രമിച്ചും കൊടിമരം വെട്ടി നശിപ്പിച്ചും പ്രവർത്തകരെ ആക്രമിച്ചും വേണമോ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ? കേരളത്തിൻ്റെ സ്വൈരജീവിതം സംരക്ഷിച്ചു നിർത്താനുള്ള ഉത്തരവാദിത്വം ജനം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ? അത് നടപ്പാക്കുന്നതിൽ എന്താണ് നിങ്ങൾക്ക് അമാന്ത? എന്താണ് നിങ്ങൾക്കുള്ള പ്രശ്നം? അവിടെ എന്തുകൊണ്ടാണ് നേരത്തെ ശ്രീ KJ ജേക്കബ് പറഞ്ഞതുപോലെ ഒരു ബുദ്ധിശൂന്യമായ ഒരു ഇടപെടൽ ഈ പാർട്ടിയിൽ നിന്നുണ്ടാകുന്നത്? അല്ല, ഇപ്പോൾ സമീപകാല സംഭവങ്ങൾ ആരംഭിക്കുന്നത് അഖിലേന്ത്യാ ഓഫീസിന് നേരെ നടന്ന അതിക്രമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൂടെയാണ്. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരിക്കെതിരായിട്ട് നടന്ന കയ്യേറ്റം, കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ നടന്ന അതിക്രമം, അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ കേരളത്തിൽ ഹർത്താൽ നടത്തിയില്ല. യഥാർത്ഥത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളാണ് എല്ലായിടത്തും നടത്തിയത്. പ്രതിഷേധ പ്രകടനങ്ങളിൽ നല്ല പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് കേരളത്തിലുടനീളം. കോഴിക്കോടും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അന്ന് രാത്രി ഫറൂഖ് ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണമുണ്ടായി. അവിടെ പോയി തിരിച്ചു വന്ന കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ശ്രീ മോഹനൻ മാഷ് അവിടെ നിന്ന് തിരിച്ച് ഓഫീസിലേക്ക് വണ്ടി നിർത്തി കയറുന്ന സമയത്താണ് ബോംബേറുണ്ടായത്. അത്ഭുതകരമായിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. അതേ തുടർന്നാണ് കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ ഹർത്താൽ പ്രഖ്യാപിച്ചത്. പ്രകടനങ്ങളുണ്ടായി.
ഇവിടെ കേരളത്തിൽ ഈ പ്രതിഷേധ പ്രകടനങ്ങളും പ്രതികരണങ്ങളും പിന്നെ അക്രമങ്ങളിലേക്ക് പോകണം എന്നൊരു നിലപാട് ഒരിക്കലും CPIMനെ സംബന്ധിച്ചില്ല. കേരളത്തിനല്ല എവിടെയും പ്രതികരണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്, അതിശക്തമായ പ്രതികരണങ്ങളും പ്രതിഷേധവും ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ കേരളത്തിൽ സമീപ ദിവസങ്ങളിൽ കണ്ടത് പലയിടങ്ങളിലും ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണങ്ങളായിരുന്നു. ഇപ്പോൾ മോഹനൻ മാഷെ ആക്രമിക്കാൻ എന്ത് പ്രകോപനമാണ് ഉണ്ടായിരുന്നത്? മോഹനൻ മാഷ് ഏതെങ്കിലും തരത്തിൽ എന്താ പറയുക കായികമായിട്ടുള്ള ആക്രമണങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ആളാണോ? അല്ലല്ലോ. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ, കോഴിക്കോട് പോലെ ഒരു ജില്ലയുടെ സെക്രട്ടറിയെ ആക്രമിക്കുന്നത് കൃത്യമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയായിരുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ സമാധാനപരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് തങ്ങൾക്ക് സ്പേസ് ഉണ്ടാവില്ല എന്ന സംഘ് പരിവാറിൻ്റെ അവരുടെ ഒരു ധാരണയാണ് ഈ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനിടയാക്കിയത്. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഒരു ഒറ്റ മിനിറ്റ് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു പ്രസ്താവനയാണ്, അമിത്ഷാ സന്ദർശനം നടത്തിയ സ്ഥലങ്ങളിലെല്ലാം കലാപമുണ്ടായിട്ടുണ്ട്. അങ്ങനെ കലാപമുണ്ടാക്കി ജനങ്ങളെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടാണ് അവർ അധികാരത്തിലെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കേരളവും കരുതിയിരിക്കണം. അമിത്ഷാ വന്നുപോയ ശേഷമാണ് കേരളത്തിൽ ഇപ്പോൾ സീതാറാം യെച്ചൂരിക്ക് നേരെ ഉണ്ടായ കയ്യേറ്റ ശ്രമം മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടർന്നുണ്ടായ ഇരു പാർട്ടികൾക്കുമിടയിലുണ്ടായ ഈ ഏറ്റുമുട്ടൽ പരമ്പര ഒന്നായി സംഭവിച്ചത് എന്ന് വിലയിരുത്തിയവരുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഒരു രാഷ്ട്രീയ സ്പേസ് കേരളത്തിനുണ്ടാക്കാൻ, ഒരു ശ്രദ്ധ നേടിയെടുക്കാൻ വേണ്ടി, ഒട്ടും കുറവല്ല ഞങ്ങൾ ഒപ്പത്തിനൊപ്പമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ബോധപൂർവം ആസൂത്രിതമായി തിരികൊളുത്തി വിടുന്നതാണോ ഈ കലാപങ്ങൾ എന്ന സംശയത്തിന് എന്താണ് താങ്കളുടെ മറുപടി? ഗോപികൃഷ്ണൻ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്. ഗോപികൃഷ്ണൻ അറിയാലോ, അമിത്ഷാ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അമിത്ഷാ വന്നു പോയതിന് ശേഷം എന്ത് കലാപമായി ഇവിടെ ഉണ്ടായത് എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ സത്യസന്ധമായി താങ്കൾ വിലയിരുത്തൂ. നിങ്ങൾക്കറിയാം, കലാപമുണ്ടായത് 1969 ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം. അതിൻ്റെ ഒന്നാമത്തെ പ്രതി പിണറായി വിജയനാണ്. രണ്ടാമത്തെ കൊലപാതകത്തിൻ്റെ പ്രതി എന്ന് പറയുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ്. പിന്നെ ജയരാജന്മാരടക്കമുള്ള ആളുകളാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ് ഒരു പെറ്റി കേസിൽ പോലും ഈ നാട്ടിൽ പ്രതികളല്ല. എൻ്റെ കൈ CPM തല്ലി ഒടിച്ചിട്ടുണ്ട്, ഞാൻ തിരിച്ച് ചെയ്തിട്ടില്ല, ഞാൻ വിക്ടിമാണ്, രക്തസാക്ഷിയാണ്. അപ്പോൾ ഈ നാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ്, ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകൻ ഒരു സംഘർഷത്തിൽ പോയി ഇടപെട്ട് അതിൽ പ്രതിയായിട്ടില്ല. അതേ സമയത്ത് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയല്ല കേരളത്തിൽ ഭരണം നടത്തുന്നത്. കേരളം ഭരണം നടത്തുന്നത് CPM ആണ്. CPM ഭരണം നടത്തുമ്പോൾ CPMനാണ് ധാർമ്മികമായി ഇവിടെ സംഘർഷമുണ്ടാവാതെ ക്രമസമാധാനം നിലനിർത്തേണ്ട ബാധ്യത CPMനാണ്. ആ CPMൻ്റെ ജനറൽ സെക്രട്ടറിയാണ് പറഞ്ഞത് വരമ്പത്ത് കൂലി കൊടുക്കണമെന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, മുഖ്യമന്ത്രിയുടെ വീടിന് തൊട്ടപ്പുറത്ത് വെച്ചാണ് അച്ഛനെയും മകനെയും കൊന്നത്. അച്ഛനെ കൊന്ന അതേ ആളുകളാണ് മകനെ കൊന്നത്. എത്ര പേരെ? 3 പേരെയാണ് മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ കൊന്നത്. എന്ന് മാത്രമല്ല, അവരെ ഒളിപ്പിച്ച് താമസിച്ചത് മുഖ്യമന്ത്രിയുടെ MLA ഓഫീസിൽ നിന്നാണ്. ഞങ്ങൾക്കതിൻ്റെ രേഖയുണ്ട്, ഞങ്ങളുടെ കയ്യിൽ കാര്യങ്ങളുണ്ട്, ഞങ്ങൾ പോലീസിനോട് പറഞ്ഞു. പക്ഷേ പോലീസ് യാതൊന്നും സ്വീകരിക്കുന്നില്ല. പോലീസിന്റെ സമീപനം, പ്രകോപനപരമായ ഇടപെടലും പ്രകോപനപരമായ പ്രസംഗവും പ്രകോപനപരമായ വാചക കസർത്തുമെല്ലാം RSSന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്, താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നിലം തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് താങ്കൾ തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഈ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇനിയും തലകൾ ഉരുളും എന്ന് നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. വെല്ലുവിളികൾ 2 ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഗോപികൃഷ്ണൻ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണം. വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആയുധത്തിൻ്റെ മുമ്പിൽ ഭാരതീയ ജനതാ പാർട്ടി കീഴടങ്ങുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നേരത്തെ പറഞ്ഞല്ലോ, സ്പേസിന് വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഞങ്ങൾക്ക് സ്പേസിന് വേണ്ടി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് സ്പേസ് ഉണ്ടോ, ഞങ്ങൾ വളരുന്നുണ്ടോ എന്നൊക്കെ ഞങ്ങളുടെ വോട്ടിംഗ് ഷെയർ നോക്കിയാൽ നിങ്ങൾക്കറിയാം. സഹ്യപർവ്വതത്തിൽ നിന്ന് ഇപ്പുറത്തേക്ക് BJP കടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ നിയമസഭയിലെത്തി. ഞങ്ങൾ നിയമസഭയിൽ നേരത്തെ എത്തിയേനെ, ഇപ്രാവശ്യം കൂടുതലെത്തിയേനെ. ഇടതും വലുതും ഒരുമിച്ച് നിന്നുകൊണ്ടാണ്. അപ്പോൾ BJP വളരുന്നുണ്ട്. ഞങ്ങൾക്ക് പ്രാദേശിക തലത്തിൽ വളരുന്നു, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വളരുന്നു. 14 പഞ്ചായത്ത് ഞങ്ങൾ ഇപ്പോൾ ഭരിക്കുന്നുണ്ട്, ഒരു മുനിസിപ്പാലിറ്റി ഭരിക്കുന്നുണ്ട്. ഞങ്ങൾ ക്രമേണയാണ് ഞങ്ങളുടെ സ്പേസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ
സ്പേസ് വർദ്ധിക്കുന്നതുമാണ് വാസ്തവത്തിൽ ഇവരെ അലട്ടുന്ന പ്രശ്നം. അതല്ലാതെ വേറൊന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ എന്ന്, CPM BJP അക്രമം മാത്രമാണോ നടക്കുന്നത്? അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട്. ഇദ്ദേഹം MLA ആയിരിക്കുമ്പോഴല്ലേ ചാവക്കാട് കൊലപാതകം നടന്നത്? അതിൽ RSS ഇല്ലല്ലോ, BJP ഇല്ലല്ലോ, കോൺഗ്രസ്സുകാരുമായിട്ടല്ലേ സംഘർഷമുണ്ടായത്? അപ്പോൾ കേരളത്തിൽ CPM ഒരു ഭാഗത്ത് കോൺഗ്രസ്, ഒരു ഭാഗത്ത് ജനതാദൾ, CMB പാവം ആ CP ജോണിൻ്റെ പാർട്ടിയെ ഓടി നടന്ന് അടിച്ച് കൈയും കാലും ഓടിച്ചത് TP ചന്ദ്രശേഖരൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. TP ചന്ദ്രശേഖരനെ കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ. അപ്പോൾ ഈ ഭാഗത്ത് CPIക്കാരെ തല്ലുന്നു, ജനതാദളിനെ തല്ലുന്നു, കൈപ്പത്തി കോട്ട് ചെയ്ത ആളുകളുടെ കൈപ്പത്തി വെട്ടിയെടുക്കുന്നു. ഇത് CPMൻ്റെ ഒരു സ്വഭാവമാണ്. കാരണം CPM മാത്രമേ പാടൂ, വേറെ ആരും പാടില്ല, അവർക്കെതിരെ സംസാരിക്കാൻ പാടില്ല. ഇത് ആയുധം കൊണ്ട് CPM ബാക്കി ആളുകളെ ഇല്ലാതാക്കുന്നു. ഇവരോട് മറുപടി ചോദിക്കുന്നത് RSSും BJP ആണ്. അത് സത്യമാണ്, ഞാനതിനെ നിഷേധിക്കുന്നില്ല. ഇവർ ചെയ്യുന്ന ശക്തമായി പ്രതികരിക്കുന്നു. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഇതുപോലെയുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ, കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ, പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് ഇതുവരെ സ്വീകരിച്ചിരുന്ന ഒരു നയം, BJP ആയാലും CPM ആയാലും അക്രമ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാൻ ഞങ്ങളില്ല, അതുകൊണ്ട് രണ്ടുപേരെയും ഞങ്ങൾ തള്ളിപ്പറയുന്നു എന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം കോഴിക്കോട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ബോംബേർ ഉണ്ടായിരുന്നപ്പോൾ അവർക്കൊപ്പം ഐക്യപ്പെടാൻ വന്ന രാഷ്ട്രീയ നേതാക്കളുടെ കൂട്ടത്തിൽ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു താങ്കളും ഉണ്ടായിരുന്നു. BJPയെയും CPMനെയും അക്രമ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരുപോലെ തള്ളിപ്പറഞ്ഞ കോൺഗ്രസ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ബോംബേർ ഉണ്ടായപ്പോൾ അവർക്കൊപ്പം ചേർന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? എന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ അവർക്കൊപ്പം നിൽക്കാം എന്ന് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച താങ്കൾ തീരുമാനിച്ചത്? രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ ഞാനിവിടെ കേട്ടു. കൊലക്കത്തി ആഭരണമാക്കിയ രണ്ട് പാർട്ടികളാണവർ. നല്ല സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചു വരുന്ന ഈ നാട്ടിലെ സ്ത്രീകളെപ്പോലെ കൊലക്കത്തി ആഭരണമാക്കി ധരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രണ്ട് പാർട്ടികളാണ്. ആ രണ്ട് പാർട്ടികളുടെ സമാധാനത്തിനു വേണ്ടിയുള്ള, അല്ലെങ്കിൽ അവരൊന്നും ചെയ്തിട്ടില്ല എന്നതിനുള്ള വിശദീകരണങ്ങൾ എത്ര ചാനലിൻ്റെ മുമ്പിൽ പറഞ്ഞാലും ജനങ്ങൾ അതൊന്നും വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് ഈ നാട്ടിൽ സമാധാനം പുലരണമെങ്കിൽ ഇവർ രണ്ടുപേരും ഈ കൊലക്കത്തികൾ അവർ ഊരിയ ഉറയിലേക്ക് തന്നെ രണ്ടും വയ്ക്കണം. അതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. രണ്ടാമത്, എന്നെ പരാമർശിക്കുന്നൊരു വിഷയത്തെക്കുറിച്ചാണെങ്കിൽ ഞാൻ ആ കാര്യത്തിൽ എടുത്തിട്ടുള്ളൊരു നിലപാട്, ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ് അത് ആ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആരാധനാലയത്തിന് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത് പാർട്ടിയെ പ്രവർത്തകന്മാരുടെ സംബന്ധിച്ചിടത്തോളമുള്ള അവരുടെ എല്ലാം സമർപ്പിക്കുന്നൊരു സ്ഥാപനമാണ്. അവിടേക്ക് ആയുധവും ബോംബും കൊണ്ട് പോകുന്ന ഒരു സമീപനം ഉണ്ടാകാൻ പാടില്ല. ഈ കാര്യത്തിൽ ഇതുപോലെ സമാനമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായാൽ രാഷ്ട്രീയ പാർട്ടിയുടെ നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോട് സമനസോടുകൂടി പ്രതികരിക്കുന്ന ഒരാളാണ് വ്യക്തിപരമായി ഞാൻ. അതൊരു ഇടതുപക്ഷ കോൺഗ്രസ് നേതാക്കളെല്ലാം വന്നിരുന്നു. അതെ, അത് കോൺഗ്രസിന്റെയും സമീപനം അതാണ്. ഇതൊരു വ്യക്തിപരമായ സമീപനം. ഓഫീസുകൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇതേ നിലപാടെടുത്ത് ചെല്ലുമോ? തീർച്ചയായിട്ടും BJPയുടെ എന്തെങ്കിലും അങ്ങനെ എനിക്ക് ചെല്ലാൻ വേണ്ടി അല്ലല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾ, പക തീർക്കലുകൾ, പരസ്പരം ആക്രമിക്കുന്ന പ്രവണത, ഇതിന് പിന്നിൽ ഇത് വരുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരു ഭാഗത്തും സംഘപരിവാർ സംഘടനകൾ മറുഭാഗത്തുമായി വകഞ്ഞു മാറ്റപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നാണ്. അല്ല, അങ്ങനെ ഉണ്ടാകേണ്ടതില്ല. പക്ഷെ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് ഇതിനകത്ത് ഒരു സഹതാപം ജനങ്ങളിൽ നിന്ന് കിട്ടത്തക്ക വിധത്തിലുള്ള പ്രവൃത്തിയോ പ്രകടനമോ അല്ല സംഘപരിവാറും CPMും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ആളുകൾ CPM ഓഫീസിൽ പോയിച്ചാൽ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസായിട്ടുള്ള പ്രവർത്തനങ്ങളെ തന്നെ സമാനമായി മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ നിലവാരത്തിലുള്ള ഓഫീസുകളോ സംസ്ഥാന നിലവാരത്തിലുള്ള ഓഫീസുകളോ ആക്രമിക്കപ്പെടും, അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഉൾക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ നേതൃത്വവും അതിനോട് സഹതാപവും സോളിഡാരിറ്റിയും പ്രഖ്യാപിക്കും. എങ്കിലേ സമാധാനം പുലരൂ. സീതാറാം യെച്ചൂരിക്ക് നേരെയുണ്ടായ കയ്യേറ്റത്തിന് ശേഷം നിരന്തരം കേരളത്തിനകത്ത് അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക മേഖലകളിലൊക്കെ തന്നെ പലയിടങ്ങളിലും പരസ്പരം
അവരുടെ പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുന്നു, പ്രവർത്തകരെ ആക്രമിക്കുന്നു. ഇതിനെല്ലാം പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ടെന്ന് താങ്കൾ കരുതുന്നു? അതല്ല ഇത് സ്വാഭാവികമായ ഒരു സെന്റിമെന്റ്സിന്റെ റിഫ്ലക്ഷനാണോ? CPM-നകത്ത് അങ്ങനെ അല്ലയോ RSS-നകത്തോ ഒരു സെൻറ്റിമെൻറ്റ്സ് വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടിയാണെന്നുള്ള വിശ്വാസം എനിക്കില്ല. അവർ കാണിക്കുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആസൂത്രിതവും കാൽക്കുലേറ്റഡ് ആയിട്ടുള്ളതുമാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അക്കാര്യത്തിലുള്ള നിഗമനം. ഞാൻ വരാം. രാജു പി നായർ, സേ നോ ടു ഹർത്താൽ മൂവ്മെന്റിന്റെ രാജു പി നായർ, ഹർത്താൽ വേണ്ട എന്ന നിലപാടാണല്ലോ താങ്കളുടെ സംഘടനയ്ക്കുള്ളത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ അടുത്തടുത്ത് 2 ദിവസങ്ങളിൽ 2 ഹർത്താലുകൾ, ഇന്നും ഇന്നലെയും. ഈ ഹർത്താലിന് പിന്നിൽ ഹർത്താൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാനുള്ള ഒരു ജനാധിപത്യ മാർഗമാണ് എന്ന വ്യാഖ്യാനം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. ഈ അടുത്തടുത്തുണ്ടായ ഈ രാഷ്ട്രീയ കാരണങ്ങൾ മൂലമുണ്ടായ ഹർത്താലുകളെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ആഘോഷണം ആദ്യമായിട്ട് ഇവിടെ നേരത്തെ പരാമർശിച്ച പോലെ ഈ സീതാറാം യെച്ചൂരിയെ പാർട്ടി ഓഫീസിൽ AKG സെന്ററിൽ വെച്ച് ആക്രമിച്ചതിന്റെ പേരിൽ കേരളത്തിലൊരു ഹർത്താൽ ഉണ്ടാവുമെന്ന്, സംസ്ഥാന ഹർത്താൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് ഉണ്ടാവാതിരുന്നതിന് CPM-നെ ഞങ്ങൾ അഭിനന്ദിക്കട്ടെ. കാരണം സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നതിന്റെ പേരിൽ കേരളത്തിൽ ഹർത്താൽ നടത്തിയ പാർട്ടിയുടെ മനോഭാവം അല്പമെങ്കിലും മാറിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് നടക്കുന്നത് വ്യാപകമായിട്ടുള്ള അക്രമങ്ങളും അതിന്റെ പേരിലുള്ള ഹർത്താലുകളുമാണ്. ഈ ഹർത്താലുകളൊന്നും ജനങ്ങളുടെ ഏതെങ്കിലും വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ളതല്ല, ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പകയുടെ പേരിൽ നടക്കുന്ന ഹർത്താലുകളാണ്. കാരണം നമുക്കറിയാം, രാഷ്ട്രീയ കൊലപാതകങ്ങളാണെങ്കിൽ പോലും മരിക്കുന്നവനും കൊല ചെയ്യുന്നവനും എല്ലാം മറ്റാരെങ്കിലും കൊല്ലുന്ന കേസിൽ പ്രതികളാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഗുണ്ടാപ്പകയുടെ പേരിൽ നടക്കുന്നതാണ്. ഒരു കൊടിമരമോ അല്ലെങ്കിൽ ഒരു പാർട്ടി ഓഫീസിന്റെ ജനാല ചില്ലോ തകർന്നാൽ അതിന്റെ പേരിൽ ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ച് വഴിയിലിടുന്ന ഹർത്താൽ എന്ന് പറയുന്ന ഒരു സമരാഭാസമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അത് നേരത്തെ സംസ്ഥാന ഹർത്താലുകൾ വളരെയധികം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ജില്ലാ ഹർത്താലുകളാക്കി മാറ്റിയിരിക്കുകയാണ്. താലൂക്ക് തലത്തിലുള്ള ഹർത്താലുകൾ, പഞ്ചായത്ത് തലത്തിലുള്ള ഹർത്താലുകൾ, അത്തരത്തിൽ ഹർത്താലുകൾ വൈവിധ്യമായ ഹർത്താലുകളായിട്ടാണ് വരുന്നത്. ഇവിടെ നടക്കുന്നത് വലിയ ജനാധിപത്യ നിഷേധവും ഇവിടുത്തെ മനുഷ്യാവകാശ ലംഘനവുമാണ്. ഇവിടെ ഈ ഹർത്താൽ എന്ന് പറയുന്ന ഒരു സംവിധാനം, ആ ഹർത്താലിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ 7 വർഷമായിട്ട്. അതിൽ കുറേയേറെ മുന്നോട്ട് പോകാൻ സാധിച്ചെങ്കിലും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ തീർത്തും ആ മുന്നോട്ട് പോയതിനെ എല്ലാം പിന്നോട്ടടിക്കുന്നതിന് തുല്യമായിട്ടാണ്. കാരണം നമ്മൾ ഈ മിസോറാമിലും അല്ലെങ്കിൽ മണിപ്പൂരിലൊക്കെ കേട്ടിരുന്ന പോലെ 72 മണിക്കൂർ വരെ ഹർത്താലിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ വ്യാപകമായിട്ട് എല്ലാ ജില്ലകളിലും ഹർത്താൽ നടക്കുന്നു. ഇത് എന്തിന്റെ പേരിലാണ്? ഇത് ആരുടെ ഏത് ജനാധിപത്യം സംരക്ഷിക്കുന്നതിന്റെ പേരിലാണ്? ഇത് അസഹിഷ്ണുതയുടെ രാഷ്ട്രീയമാണ്. നേരത്തെ ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് സൂചിപ്പിച്ച പോലെ ഈ 2 പാർട്ടികൾക്കും ഇത്തരത്തിലുള്ള ഒരു അസഹിഷ്ണുതയുടെ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പാലൂട്ടി വളർത്തുകയാണ്. നിങ്ങളൊന്ന് നോക്കുക, ഇത്രമാത്രം അക്രമങ്ങൾ ഉണ്ടായല്ലോ. എന്താണ് സംസ്ഥാന ഗവൺമെന്റ് നടപടി എടുത്തിരിക്കുന്നത്? ആഭ്യന്തര വകുപ്പ്, CPM-ന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ്, ഇത്രയും കരുത്തനായ മുഖ്യമന്ത്രിയുണ്ട്. എത്ര പേർക്കെതിരെ കേസെടുത്തു? എത്ര പേർക്കെതിരെ നടപടിയെടുക്കുന്നു? ഇവിടെ നടപടികൾ ഉണ്ടാവുന്നില്ല. താങ്കൾ നേരത്തെ പറഞ്ഞു, പ്രകോപനപരമായ ഇടപെടലുകളിലൂടെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി, സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി BJP-യും സംഘപരിവാർ സംഘടനകളും നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമായി കാണാം ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ കാണുന്ന ഈ അക്രമ സംഭവങ്ങൾ. പാർട്ടികൾ പരസ്പരം പ്രവർത്തകരെയും ഓഫീസുകളെയും ആക്രമിക്കുന്ന ഈ രീതി, ഇതിനെ കൈകാര്യം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഇതിൽ CPM കൊണ്ടുപോയി തലവെച്ചു കൊടുത്തു എന്ന് താങ്കൾ പറഞ്ഞു. ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി ഈ വിഷയത്തിൽ സ്വാഭാവികമായും അവരെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ BJP എങ്ങനെയാണോ രാഷ്ട്രീയമായി ഇതിൽ കരുത്ത് കാണിക്കാൻ ശ്രമിക്കുന്നത്, അതുപോലെ തന്നെ ചെറുത്ത് നിന്നുകൊണ്ട് പ്രതിരോധം തീർത്തുകൊണ്ട് കരുത്ത് കാണിക്കേണ്ട ഒരു ബാധ്യത തങ്ങൾക്കുമുണ്ട് എന്ന വ്യാഖ്യാനം CPM-നെ പോലൊരു പാർട്ടിക്കും ഉണ്ടാകും. അങ്ങനെയല്ലാതെ അതിന് വശംവദരായി നിൽക്കേണ്ട കാര്യമില്ല, അതിന് വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്ന ഒരു രാഷ്ട്രീയ ബോധം അവരിൽ ഉണ്ടാകില്ലേ? അതിൻ്റെ ഒരു പ്രകടനമായിരിക്കുമോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സംഭവിക്കുന്നത്? ഒരു പൗരനെന്ന നിലയ്ക്ക് CPM-ൻ്റെ ആ നിലപാട് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. BJP കേരളത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ ഹർത്താൽ നടത്തിയാൽ അവർക്ക് സർക്കാരിനോടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള ഒരു വഴിയായിട്ട് ഹർത്താലിനെ ഞാൻ അംഗീകരിക്കും. പക്ഷേ
ഭരണകക്ഷിയായിട്ട് CPM ഒരു ഹർത്താലിന് വിളിക്കുന്നതിന് സാധാരണഗതിയിൽ അത്ര ഭീകരമായൊരു സംഭവം നടന്നിട്ടില്ല എങ്കിൽ ഹർത്താൽ നടത്തുന്നതിനോട് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ പറ്റില്ല. എസ്പെഷ്യലി അതൊരു അക്രമ പ്രവർത്തനത്തിൻ്റെ പേരിലാണ്, ഒരു നിലപാടിന്, ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു നിലപാടിൻ്റെ പേരിലാണ് ഹർത്താൽ നടത്തുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഒരു അക്രമ പ്രവർത്തനം നടത്തിയെന്നുള്ളതിൻ്റെ പേരിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, ഭരണം കൈകാര്യം ചെയ്യുന്ന CPM ഒരു ഹർത്താൽ നടത്തുക എന്നുള്ളത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ട് മാത്രമേ. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് ആളുകൾ എത്തുന്നതും സീതാറാം യെച്ചൂരിയെ കയ്യേറ്റം ചെയ്തതുമൊക്കെ സ്വാഭാവികമായി ഈ ഒരു സെന്റിമെന്റ്സിന് ഇടക്കില്ലേ? അന്ന് ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. ഞാനതാണ് ആലോചിക്കുന്നത്. തുടർന്നുണ്ടായ പ്രതിഷേധ പ്രകടനങ്ങളിൽ നിന്നാണല്ലോ ഇതെല്ലാം തുടങ്ങുന്നത്. ഞാൻ പറയുന്നത് ഇത് ഗോപകൃഷ്ണൻ, ഇത് നമ്മൾ രാഷ്ട്രീയത്തിലാണ്, നമ്മൾ ജനങ്ങളോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അന്ന് നോക്കൂ, സീതാറാം യെച്ചൂരിക്കെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ സാധാരണക്കെതിരെ പ്രകടനം നടത്താൻ പോലും പറയാത്ത AK ആന്റണി കോൺഗ്രസ്സുകാരോട് പറയും നിങ്ങൾ വഴിയിലിറങ്ങി പ്രതികരിക്കണമെന്ന്. അതാണ് അതിൻ്റെ ശരിയായ രാഷ്ട്രീയം. അതാണ് CPM-ന് അവർക്ക് പറയാനുള്ള രാഷ്ട്രീയം, നാട്ടുകാരോട് പറയാനുള്ള വഴി അതാണ്. അതല്ലാതെ പിന്നെ വരും അതപ്പോൾ ഇത് നാട്ടുകാരോട് പറയൂ. ഉത്തരവാദിത്വം BJP-യും കാണിക്കണമല്ലോ രാഷ്ട്രീയം. സാർ, ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം BJP-യും കാണിക്കണമല്ലോ. BJP കാണിക്കേണ്ടതുണ്ട്, പക്ഷേ കാണിക്കുന്നില്ല എന്ന് കൂട്ട്. ഞാൻ പറയുന്നത് CPM-ഉം കാണിക്കുന്നില്ല, BJP-യും ഈ രാഷ്ട്രീയ ഉത്തരവാദിത്വം കാണിക്കുന്നില്ല എന്ന് നമ്മൾ കണക്കാക്കിയാൽ എൻ്റെ പ്രശ്നം, ഞാൻ BJP-യേക്കാൾ കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് CPM-നെയാണ്. കാരണം CPM-ൻ്റെ, ഞാൻ പറയുന്നത് പോളിസിയെക്കുറിച്ചല്ല ഗോപികൃഷ്ണൻ, നമ്മൾ സംസാരിക്കുന്ന അക്രമ പ്രവർത്തനത്തെക്കുറിച്ചാണ്. BJP-കാരൻ്റെ ഓഫീസിന് നേരെ അക്രമ പ്രവർത്തനം ഉണ്ടായാൽ അവന് പ്രതിഷേധിക്കാൻ വേറെ വഴിയില്ല. അതേസമയം CPM-കാരൻ അതല്ല. CPM-കാരൻ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വമുണ്ട്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് എല്ലാ മനുഷ്യരുടെ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ CPM-ൻ്റെ നേതാവിന് CPM-ൻ്റെ അണികളോട് പറയാനുള്ളത് നിയമപരമായിട്ട് ഞങ്ങൾ അവരെ നേരിടുമെന്നാണ്. അത് പറയാനുള്ള ആർജവം ഉണ്ടാകണം, അത് കാണിക്കുകയും വേണം. അതായത് CPM അണികൾക്ക് നിയമത്തിൻ്റെ പരിരക്ഷ കിട്ടുമെന്ന ഉറപ്പ് കൊടുക്കാൻ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് പറ്റൂ. അതല്ല എങ്കിൽ ഇതിൻ്റെ അപകടം CPM വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്താണ്. നിങ്ങൾ നോക്ക്, ട്വിറ്ററിലൊക്കെ കഴിഞ്ഞിട്ടുള്ള റെഡിക്കുലസ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റാണ്. തിരുവനന്തപുരത്ത് CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി ശ്രീ ശശി തരൂരിൻ്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച്. തിരുവനന്തപുരത്ത് CPM-ൻ്റെ BJP-യുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചതിന് ലോകം മുഴുവനാണ് ട്വിറ്ററിൽ പിന്നെ പ്രതിഷേധം വരുന്നത്. എങ്ങനെയാണ് അത് വരുന്നത്? അപ്പോൾ ഈ ക്യാമ്പയിൻ കേരളത്തിൽ നടക്കുന്ന ഓരോ കൊച്ചു കാര്യങ്ങളും കേരളത്തിന് വേണ്ടി നടക്കുന്നതല്ല എന്ന് CPM മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ വരാം. ശ്രീ KB അബ്ദുൽ ഖാദർ, ഭരണത്തിലിരിക്കുന്നൊരു പാർട്ടി വേണ്ട രീതിയിൽ അല്ലെങ്കിൽ പക്വതയോടുകൂടി ഈ പറയുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാത്തതിൻ്റെ പേരിൽ മേൽവിലാസം ഇല്ലാതിരുന്ന ഒരു പാർട്ടിക്ക് മേൽവിലാസവും തിളക്കവും ഉണ്ടാക്കാൻ സഹായിക്കുകയാണ് ചെയ്തത് എന്നാണ് KJ ജേക്കബ് പറഞ്ഞതിൻ്റെ സാരാംശം. അല്ല, അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ചൊരു പ്രതികരണം കൂടി നടത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, കേരളത്തിൽ അക്രമരാഷ്ട്രീയം ആരംഭിച്ചത് RSS ആണ്, BJP-യാണ്. BJP-യുടെ ആദ്യ രൂപമായിട്ടുള്ള ജനസംഘമാണ്. 1969 ഒരേ ദിവസം 3 ദിനേശ് BD കേന്ദ്രങ്ങൾ ആരംഭിച്ചുകൊണ്ട് കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ട പാർട്ടിയുടെ വക്താവാണ് ഇവിടെ നേരത്തെ സംസാരിച്ച, സമാധാനത്തിൻ്റെ സ്വരത്തിൽ സംസാരിച്ച ശ്രീ ഗോപാലകൃഷ്ണൻ. കേരളത്തിൽ എത്ര CPIM പ്രവർത്തകരെയാണ് ഇവർ കൊലപ്പെടുത്തിയിട്ടുള്ളത്? കയ്യും കണക്കുമില്ല. എന്നിട്ട് പറയാണ് ഞങ്ങളുടെ ആരെയും പേരിൽ കേസില്ല എന്ന്. അത് ശുദ്ധമായ തട്ടിപ്പാണ്. RSS-ഉം BJP-യും എന്നും ഇരട്ട നാവ് കൊണ്ട് സംസാരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. മഹാത്മാഗാന്ധിജിയുടെ ഗുണഗുണങ്ങൾ വാഴ്ത്തുന്ന സംഘ് പരിവാരം തന്നെ മഹാത്മാഗാന്ധിജിയെ കൊലപ്പെടുത്തിയതിലും അവരുടെ പങ്കുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും അറിയുന്ന കാര്യമാണ്. RSS-നും BJP-ക്കും ആരെങ്കിലും ആക്രമിക്കണമെങ്കിൽ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവേണ്ടതില്ല. കാരണം അവരുണ്ടാക്കും. ആ കാരണം നുണപ്രചരണങ്ങളിലൂടെ നടത്തി ആളുകളെ ഇളക്കി കുഴപ്പമുണ്ടാക്കാൻ അവരുടെ ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ സംസാരിച്ച പലരും സംഘ് പരിവാറിൻ്റെ ഈ നുണപ്രചാരണത്തെക്കുറിച്ച്, ആ ശൈലിയെക്കുറിച്ച് സംസാരിച്ചില്ല എന്നത് ഖേദകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നോക്കൂ, ട്വിറ്ററിലും സോഷ്യൽ മീഡിയയിലും ലോകം മുഴുവൻ എത്തുന്നു എന്ന് പറയുന്നു. സത്യത്തിൽ ഏതെല്ലാം തരത്തിലുള്ള നുണകളാണ് അവർ പ്രചരിപ്പിക്കുന്നത്? BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കുമ്മനം രാജശേഖരൻ, അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ പച്ചക്കള്ളമായിരുന്നു എന്ന് തെളിഞ്ഞല്ലോ. എന്നിട്ട് മാപ്പ് പറഞ്ഞോ? NDA-യുടെ കേരളത്തിലെ വൈസ് ചെയർമാൻ, കേരളത്തിലെ ഒരു ചാനലിൻ്റെ മേധാവി, അദ്ദേഹം കണ്ണൂരിൽ RSS പ്രവർത്തകർ
ആശുപത്രിയുടെ ആംബുലൻസ് അടിച്ചു തകർത്തത്, അദ്ദേഹം ട്വിറ്ററിൽ അത് പോസ്റ്റ് ചെയ്തത് CPM അതിക്രമം എന്ന പേരിലാണ്. BJPയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള ശ്രീമാൻ K. സുരേന്ദ്രൻ മുസാഫർ നഗറിൽ നടന്ന ഒരു പശു ഹത്യയുടെ ചിത്രം കാണിച്ച് ഇതാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനെ എത്ര നുണപ്രചാരണങ്ങൾ, ആ നുണപ്രചരണങ്ങൾ നടത്തുകയും അത്തരത്തിൽ അവരുടെ അണികളെ അക്രമത്തിന് വേണ്ടി ഇളക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത എൻ്റെ ബഹുമാന്യരായ സുഹൃത്തുക്കൾ പറഞ്ഞില്ല എന്നത് ഖേദകരമായിട്ടുള്ള കാര്യമാണ്. CPM-ഉം RSS-ഉം BJP-യും ഒരുപോലെ എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, സീതാറാം യെച്ചൂരിയോട് പ്രതികാര ബുദ്ധി തോന്നാനുള്ള കാരണം എന്താണ്? യെച്ചൂരി ആരെങ്കിലും തല്ലാൻ പോയിട്ടാണോ? അക്രമത്തിന് ആഹ്വാനം നൽകിയിട്ടാണോ? അല്ലല്ലോ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതനിരപേക്ഷതയുടെ ഏറ്റവും ശക്തനായിട്ടുള്ള വക്താവ് സീതാറാം യെച്ചൂരിയാണ്. ഇന്ന് കേന്ദ്രാധികാരം കയ്യിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടിയുടെ ആശയങ്ങളെ ശക്തമായി പ്രതിരോധിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ രാജ്യസഭയിൽ ഏറ്റവും നന്നായിട്ട് ബാധിച്ച, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ബാധിച്ച ഒരു നേതാവിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ സംഘ് പരിവാർ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് അക്രമങ്ങളുണ്ടാക്കി, കുഴപ്പങ്ങളുണ്ടാക്കി, കലാപങ്ങളുണ്ടാക്കി, ആ കലാപത്തിലൊഴുകുന്ന ചോരയിലൂടെ അധികാരത്തിലേക്ക് വരാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള എല്ലാ കലാപ പരിശ്രമങ്ങളെയും ഞങ്ങൾ മുന്നിൽ നിന്ന് തടയുന്നുണ്ട്. സത്യമാണ്. വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് കാണാതിരിക്കരുത്. അവിടെ പല സ്ഥലങ്ങളിലും, ഇന്നലെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ ഒരു പള്ളിയിൽ ജയ് ശ്രീറാം എന്ന് എഴുതി വെച്ചു. എന്തിനാണ്? സമാധാനം ഉണ്ടാക്കാനാണോ? കലാപം ഉണ്ടാക്കാനല്ലേ? ഇത്തരം കലാപ പരിശ്രമങ്ങളെ ശക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളും ചെറുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും RSS-ന് പകയുണ്ട്. ആ പകയാണ് കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഫലിക്കുന്നത്. ഇവിടെ ചൂണ്ടിക്കാണിച്ച പ്രശ്നം ഹർത്താൽ. ഞാൻ ഒരു നിമിഷം ഞാൻ താങ്കൾക്ക് വരാം. വളരെ ചെറിയൊരു ഇടവേള എടുക്കണം. ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ചയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിഥികൾ എന്നോടൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഞാൻ നേരത്തെ താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ തുടർച്ചയിലേക്ക് വരികയാണ്. ആദ്യം ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ അവിടെ പോയി അവർക്കൊപ്പം നിന്നു എന്നാണ്. എൻ്റെ ചോദ്യം, കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വർഗീയ കലാപങ്ങളും അക്രമങ്ങളും ഒക്കെ കുറവായതുകൊണ്ട് ബോധപൂർവം ഇവിടുത്തെ പ്രവർത്തകരെ ഒരു മിലിറ്റൻസിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൂടുതൽ കലാപങ്ങൾ സൃഷ്ടിക്കാൻ പ്രവർത്തകരെ പ്രേരിപ്പിക്കുക എന്ന, അതിലൂടെ അധികാരത്തിലെത്തുക എന്ന ഒരു തന്ത്രം പയറ്റാൻ അമിത്ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് കുറ്റപ്പെടുത്തിയത് കോടിയേരി ബാലകൃഷ്ണനാണ്. ആ തരം ഒരു ആരോപണത്തിന് കഴമ്പുണ്ടോ? അതിനനുസരിച്ചിട്ടുള്ള നീക്കങ്ങൾ കേരളത്തിൽ നടക്കുന്നതിൻ്റെ ഭാഗമാണോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ? അല്ല, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന ഭരണകൂടം നയിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ ലഭ്യമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ തുടർന്നുള്ള കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങൾ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രസ്താവനയ്ക്ക് ന്യായീകരണം നൽകുന്നു എന്നതാണ് ഒരു പ്രത്യേകത. അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിൻ്റെ അടുത്തിൽ ഇപ്പോൾ ശ്രീ അമിത്ഷായുടെ പ്രസ്താവന തന്നെ, ശതമാനത്തിൻ്റെ കണക്കൊന്നും പറഞ്ഞ് ഇവിടെ വരണ്ട, സീറ്റുമായിട്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം, എന്നിട്ട് മന്ത്രിസഭയെക്കുറിച്ചും മന്ത്രിസ്ഥാനത്തെക്കുറിച്ചും പദവികളെക്കുറിച്ചൊക്കെ സംസാരിക്കാം എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്സുകൾ, ആ ഒരു തരത്തിലുള്ള പ്രകടനങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങൾ ഈ ഏത് എക്സ്റ്റെൻറ്റിലേക്ക് പോയാലും ഇത്രയധികം കഷ്ടപ്പെട്ട് വോട്ട് ശതമാനം ഇത്രയധികം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ അണികളോട് അതിൽ തൃപ്തരല്ല അഖിലേന്ത്യാ നേതൃത്വം, ഇനി സീറ്റുമായിട്ട് തന്നെ വരണം എന്നതിലേക്ക് വരുമ്പോൾ ആ ഒരു ഫ്രാൻറ്റിക് ഒരു തരത്തിലുള്ള വികാരത്തിൽ അവർ കാട്ടിക്കൂട്ടുന്ന വിക്രിയകളുമാകാം ഇതല്ലോ. അതിലേക്ക് അത് നേരെ നയിച്ചിരിക്കുന്നത്, നേരെ മറിച്ചൊരു അഖിലേന്ത്യാ പ്രസിഡന്റ് പറയേണ്ടിയിരുന്നത്, നിങ്ങൾ ഇത്രയും നന്നായി, ഇപ്പോൾ ഇത്രയും നല്ല പെർഫോമൻസ് നടത്തി പെർസെൻറ്റേജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ തൃപ്തനാകണമെങ്കിൽ നിങ്ങൾ ജയിച്ചൊക്കെ വരണം എന്ന് പറയുന്നതിന് പകരം തികച്ചും പ്രകോപനപരമായ ഒരു സമീപനത്തിലൂടെ, അല്ലെങ്കിൽ അണികളെ വല്ലാതെ തരത്തിൽ തെറ്റായ വഴികളും സ്വീകരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു സമീപനത്തിനോടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ പ്രതികരണം BJP പ്രവർത്തകരെയും RSS പ്രവർത്തകരെയും ഇത്തരം ഒരു സമീപനത്തിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും. ഒപ്പം തന്നെ എനിക്ക് മറ്റൊന്നും കൂടെ പറയാനുള്ളത്, CPM-ൻ്റെ ഭരണം അവർക്ക് ഭരിക്കാൻ അറിയില്ല എന്നിപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോഴെന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മദ്യം
പുതുതായിട്ട് അനുവദിച്ചിട്ടുണ്ടല്ലോ. അതിന് പറഞ്ഞിരിക്കുന്നത് മദ്യമില്ലാത്തത് കൊണ്ട് മയക്കുമരുന്നിലേക്ക് പോയിരിക്കുന്നു. മയക്കുമരുന്ന് പിടിക്കാൻ നിയമമുണ്ട്, എക്സൈസ് ഉണ്ട്, പോലീസുണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. ഇവിടെ അവർക്കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മയക്കുമരുന്ന് വേണ്ട, മദ്യം കഴിച്ചോളൂ. ഇതാണ് ഒരു ഗവൺമെന്റിന്റെ നയം, പോലീസിന്റെ നയം. എന്റെ ചോദ്യത്തിലേക്ക്, അതായത് ഈ താങ്കൾ ഈ പറഞ്ഞതുപോലെ അമിത്ഷായുടെ ഒരു ഓപ്പറേഷനാണ് ഇതിന് പിന്നിൽ നടക്കുന്നതെങ്കിൽ രാഷ്ട്രീയമായി പൊളിറ്റിക്കലായി നിങ്ങളിവിടെ രണ്ട് ധ്രുവങ്ങളിൽ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമായി നിൽക്കുന്നു. ഒക്കെ ശരി, നിങ്ങൾ പിന്തുണച്ച് വേണമെങ്കിൽ സീതാറാം യെച്ചൂരിയെ രാജ്യസഭയിലേക്ക് എത്തിക്കാനും കോൺഗ്രസ് തയ്യാറായതാണ്. ഇവിടെ അത്തരത്തിൽ ഈ ഒരു പ്രശ്നത്തിൽ കേരളത്തെ ഈ തരത്തിൽ വിഘടിക്കാൻ അല്ലെങ്കിൽ ഈ തരത്തിൽ കേരളത്തിലെ സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന് പിന്നിൽ അതിനെ ചെറുക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ ഐക്യം അതിന് പുറത്ത് കോൺഗ്രസ് ആ തരത്തിൽ ആലോചിക്കും. CPM-ഉം കോൺഗ്രസും തമ്മിൽ കേരളത്തിൻ്റെ അങ്ങനെയല്ല, ഞാൻ ഇതുപോലെയുള്ള കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ അതിൽ ഒരു കാര്യവുമില്ല, ഒരു സംശയവും അക്കാര്യത്തിലില്ല. സമാധാന അന്തരീക്ഷത്തിന് വേണ്ടിയുള്ള പ്രയാണത്തിൽ ഏത് കക്ഷി വന്നാലും ആ കക്ഷിയോടൊപ്പം നിൽക്കാനും അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ഏത് കക്ഷി ചേരാൻ തയ്യാറാച്ചാൽ അവരെ കൂട്ടാനും ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ ഇപ്പോൾ ഒരു മിനിറ്റ് കൂടി, ഒറ്റ മിനിറ്റ്. ഇതിൽ ഇപ്പോഴും ഇവിടെ RSSകാരും അതുപോലെ തന്നെ BJPക്കാരും അക്രമം നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പും പോലീസും കയ്യിലുള്ള മുഖ്യമന്ത്രിയും പാർട്ടിയും അണികളോട് പകരം ചെയ്തോളാനുമാണ് പറയുന്നത്. പോലീസിനെ ഉപയോഗിച്ച് സംരക്ഷണം കൊടുക്കുന്നതല്ല ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഭരണം തികച്ചും പരാജയമാണ്, ഭരിക്കാൻ ഇവർക്കറിയില്ല എന്ന് ഈ സംഭവങ്ങൾ കൊണ്ട് തെളിയിച്ചിരിക്കുന്നു. VV രാജേഷ് കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ VV രാജേഷ്, ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് അക്രമങ്ങൾ, ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾ, ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് പ്രകടനങ്ങൾക്ക് നേരെയുള്ള കല്ലേറും കയ്യേറ്റ ശ്രമങ്ങളുമൊക്കെ. പക്ഷേ ഒരു പാർട്ടി ഓഫീസിലേക്ക് ബോംബെറിഞ്ഞും ജില്ലാ സെക്രട്ടറിക്ക് അപായമുണ്ടാക്കുന്ന തരത്തിലേക്ക് ആ അക്രമങ്ങൾ വളരുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. കേരളത്തിൻ്റെ പല പ്രാദേശിക ഇടങ്ങളിലും അസ്വസ്ഥതകൾ രൂപപ്പെട്ടിരിക്കുന്നു. ഒരു രാഷ്ട്രീയ കലാപത്തിൻ്റെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ എന്ന ആശങ്കയുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇതെല്ലാം ആസൂത്രിതമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം BJPയുടെ അഖിലേന്ത്യാ നേതാവ് അമിത്ഷാ വന്ന ശേഷം ഉണ്ടായിട്ടുള്ള ചലനങ്ങളാണ് എന്ന ആക്ഷേപം CPM-നുണ്ട്. നിങ്ങൾ എങ്ങനെ മറുപടി പറയും? ഗോപി, അമിത്ഷാ വന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നികുതി കൊടുക്കുന്ന ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കുവാനുള്ള അവകാശം ഉണ്ടാക്കിത്തരേണ്ട ചുമതല ആരുടേതാണ്? ഭരണകൂടത്തിൻ്റേത്. കേരളത്തിൽ ആ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ആരാണ്? മാർക്സിസ്റ്റ് പാർട്ടി. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പ്രജകളാ, അക്രമത്തിൽ ഞങ്ങൾ ഇരകളാ. ആരാ ഞങ്ങൾക്ക് സമാധാനം തരേണ്ടത്? ഈ നാട്ടിൽ സമാധാനം പുലരാൻ വേണ്ടി ഈ ചർച്ചയിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഏതറ്റം വരെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ നീതിക്ക് എവിടെയാണ് പോകേണ്ടത്? ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന അധ്യക്ഷൻ കിടന്നുറങ്ങുന്ന റൂമിന് നേരെ ബോംബെറിയുന്നു 4 മാസങ്ങൾക്ക് മുമ്പ്. രാജഗോപാൽ MLA-യുടെ ഓഫീസ് തകർക്കുന്നു 2 മാസങ്ങൾക്ക് മുമ്പ്. ഞങ്ങളുടെ തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേർക്ക് ബോംബെറിയുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു കേസിലെ പ്രതിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? നിങ്ങൾ അറസ്റ്റ് ചെയ്തില്ലല്ലോ. അതൊന്നും വേണ്ട. കോടിയേരി ബാലകൃഷ്ണൻ കണ്ണൂരിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന വേദിക്ക് നേരെ ബോംബെറിഞ്ഞു. ആ കേസിലെ പ്രതിയെങ്കിലും നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? അറസ്റ്റ് ചെയ്തിട്ടില്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ വേദിക്ക് നേരെ ബോംബെറിഞ്ഞ കേസിലെ പോലും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഒന്നുകിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 4 സംഭവങ്ങളും ചെയ്തത് നിങ്ങളുടെ പാർട്ടി ഏർപ്പെടുത്തിയ CPM ഏർപ്പെടുത്തിയ കൂലിത്തൊഴിലാളികളാണ്, ഗുണ്ടകളാണ്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് ഇവിടെ ഞങ്ങൾ ഇരകളാ. രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ CPM-മായി കമ്പയർ ചെയ്യുമ്പോൾ ശക്തി കുറഞ്ഞ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഏതറ്റം വരെയും പോകാം. ഇന്നിപ്പോൾ ഏറ്റവും രസകരമായൊരു സംഭവം, കൂത്താട്ടുകുളത്ത് CPM കുറേ പേരെ പറഞ്ഞയച്ചു BJP ഓഫീസ് ആക്രമിക്കാൻ. BJPയുടെ കാവി കണ്ടപ്പോഴേക്കും വൈകുന്നേരമായപ്പോഴേക്കും പോയവർക്ക് കണ്ണത്ര പിടിക്കുന്നില്ല. NSSൻ്റെ ഓഫീസ് ആക്രമിച്ചിട്ടുണ്ട്. NSSൻ്റെ ഓഫീസ്. കൂത്താട്ടുകുളം, മൂവാറ്റുപുഴ പ്രദേശങ്ങൾ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ 10,000-ൽ താഴെ മാത്രം വോട്ട് കിട്ടിയ മണ്ഡലമാണ് മൂവാറ്റുപുഴ പ്രദേശം. അവിടെ ഞങ്ങൾക്ക് ഏറ്റവും ശക്തി കുറവ്. കണ്ണൂരിൽ ഏറ്റവും ശക്തിയുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്ക് എവിടെയാണ് അക്രമം നടക്കുന്നത്? മുഖ്യമന്ത്രിയുടെ സ്ഥലത്ത്. എന്നിട്ടും ഞങ്ങൾ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് കോഴിക്കോട് ഓഫീസിന് നേരെ ദൗർഭാഗ്യകരമായ സംഭവം നടന്നു, അക്രമം നടന്നു. അറസ്റ്റ് ചെയ്യണ്ടേ? 48 മണിക്കൂർ കഴിഞ്ഞല്ലോ, എന്തേ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല? നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് എന്തിനാ MLA? ഞങ്ങൾ ഇരകളാ, ഞങ്ങളെ സംരക്ഷിക്കേണ്ടത് കൂടി നിങ്ങളുടെ ബാധ്യത. അത് നിങ്ങൾ ചെയ്യുന്നില്ല. കേരളം കണ്ടതിൽ ഏറ്റവും പരാജയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ
അദ്ദേഹത്തിന്റെ ഭരണപരാജയം മറച്ചുവെക്കാൻ വേണ്ടി നിങ്ങൾ ക്രമസമാധാന മേഖല തകർക്കുന്നു. സുരേഷ് ബാബു സാർ പറഞ്ഞു അമിത്ഷായെ കുറിച്ച്. അല്ല, ഒരു മിനിറ്റ്. കെ വി അബ്ദുൽ ഖാദർ MLA, താങ്കൾക്ക് ഇതിന് മറുപടി പറയാം. ഞാൻ വരാം രാജേഷ്. എന്നിട്ട് അല്ല, വളരെ സമർത്ഥമായിട്ട് ആക്രമണം നടത്തി പ്രതികളെ പിടിച്ചില്ല എന്ന് പറയുന്നതിൽ അതാണോ യഥാർത്ഥത്തിൽ പ്രശ്നം? ഇവിടെ പല സംഭവങ്ങളും നടത്തിയിട്ട് ആ സംഭവങ്ങളിലെ പ്രതികളെ പിന്നെ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്ത പൊതുയോഗത്തിന് നേരെ ബോംബ് പറഞ്ഞത് ആരാണ്? പ്രതിയെ പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ സമർത്ഥമായിട്ട് നടത്തിയിട്ടുണ്ടാവും. ഇവിടെ കേരളത്തിലെ സാമൂഹിക അവസ്ഥയിൽ സംഘ് പരിവാരവും BJPയും നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെ സാധൂകരിക്കാൻ വേണ്ടി ശ്രീ രാജേഷ് നടത്തുന്ന ന്യായവാദങ്ങൾ വളരെ രസകരമാണ്. കോഴിക്കോട് അക്രമം എന്തിൻ്റെ പേരിലായിരുന്നു ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ അക്രമം നടന്നത്? ഏതെങ്കിലും തരത്തിൽ അവിടെ സംഘർഷം മുമ്പുണ്ടായിരുന്നോ കോഴിക്കോട് ജില്ലയിൽ? വളരെ പ്ലാൻഡായിട്ട് ജില്ലാ സെക്രട്ടറിയെ വകവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി അർദ്ധരാത്രി ബോംബെറിയുന്നത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ പറ്റുമോ? കേരളത്തിലെ പല ഏരിയ കമ്മിറ്റി ഓഫീസുകൾക്കും ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾക്ക് നേരെ അതിക്രമം നടത്തുന്നു. നിരവധി കൊലപാതകങ്ങൾ ഈ സംസ്ഥാനത്ത് നടത്തിയ പാർട്ടി വളരെ സംഘടിതമായിട്ട് നുണപ്രചാരണം നടത്തുന്നു. അതേക്കുറിച്ച് രാജേഷ് പ്രതികരിച്ചില്ല. ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം കൊലപാതക രാഷ്ട്രീയം, ഇവിടെ ശ്രീ പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ ശ്രീ രവീന്ദ്രൻ എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയത് ആരാണ്? RSS അല്ലേ? ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിൻ്റെ 3ാമത്തെ ദിവസമാണ് ഏങ്ങണ്ടിയൂരിൽ ശശികുമാർ എന്ന CPIM പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അത്തരത്തിൽ കൊലപാതകം ആര് നടത്തിയാലും അത് ശരിയാണെന്ന് ഞാൻ വാദിക്കില്ല. BJPക്കാരൻ മരിച്ചാൽ കൊല്ലപ്പെട്ടാൽ അത് ശരി എന്ന് വാദിക്കുന്ന ആളല്ല ഞാൻ. കൊലപാതക രാഷ്ട്രീയത്തിന് അത് പിന്നെ ആ കാര്യത്തിൽ തീർച്ചയായിട്ടും സമാധാനം കാക്ഷിക്കുന്ന ആളുകളുടെ പൊതുവികാരം എന്നുള്ള നിലയിൽ ആ കൊലപാതക സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മുഖ്യമന്ത്രി RSS BJP നേതാക്കളുമായിട്ട് ചർച്ച നടത്തി അതിൻ്റെ ഭാഗമായിട്ടല്ലേ? സമാധാനം പുലരണം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ലേ? അപ്പോൾ ഗവൺമെൻറ് ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ RSSനെയോ BJPയോ അവരുടെ പ്രവർത്തകരെ കൊലപ്പെടുത്തുക എന്ന താല്പര്യം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചില്ല. സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 2 പാർട്ടികളുടെ പ്രതിനിധികളെയും RSSൻ്റെയും CPIMൻ്റെയും പ്രതിനിധികളെ വിളിച്ചിരുത്തി ചർച്ച നടത്തിയതാണ്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അക്രമങ്ങൾ ഉണ്ടാക്കലല്ല, അക്രമങ്ങളില്ലാത്ത സമാധാനപൂർണ്ണമായ ഒരു അന്തരീക്ഷമാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. CPIMനെ സംബന്ധിച്ചിടത്തോളവും ഇവിടെ അതിക്രമങ്ങൾ ഉണ്ടാവണം എന്നൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. സീതാറാം യെച്ചൂരിയെ ആക്രമിച്ചതിനെ തുടർന്ന് കേരളത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചില്ല. ഞാൻ വരാം. രാജു, കേരളത്തിലെ ഈ സവിശേഷമായ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ, അതല്ലെങ്കിൽ ഇതുപോലെ വളരെ സെൻസിറ്റീവായി ഈ കാര്യങ്ങളോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ സാഹചര്യത്തിൽ സേ നോ ടു ഹർത്താൽ എന്ന താങ്കളുടെ ഈ മൂവ്മെൻറ്റിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? നിങ്ങൾക്കും വലിയ പരിമിതികളല്ല ഉള്ളത്. ഇവിടെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഇതിനെതിരെ എങ്ങനെ രൂപപ്പെടുത്താൻ കഴിയും? ഞാനതിന് മറുപടി പറയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട MLA അബ്ദുൽ ഖാദറിനോട് കാര്യം പറ്റേ, ഈ 69 നിന്നൊക്കെ നിങ്ങളൊന്ന് 2017 വരണം. BJPയും CPIMും 69 മുതലുള്ള കണക്ക് പറഞ്ഞുകൊണ്ട് വെട്ടിയും കൊന്നും വീണ്ടും 2017 നിന്നുകൊണ്ടിരിക്കുകയാണ്. CPIM മനസ്സിലാക്കേണ്ടത് CPIM ഇന്നൊരു ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗവൺമെന്റിന്റെ ആ ഗവൺമെന്റിന് BJPയുടെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. കേരളം മുഴുവൻ കലാപഭൂമി ആക്കിക്കൊണ്ട് വളരാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അതിനെ സഹായം ചെയ്തു കൊടുക്കുന്ന നിലപാട് CPIM എടുക്കരുത്. പകരം CPIM രാഷ്ട്രീയപരമായിട്ടല്ലാണ്ട് നിയമപരമായിട്ട് നേരിടണം. നിയമപരമായിട്ട് CPIM ഈ അക്രമങ്ങളെ നേരിടാൻ തയ്യാറാണെങ്കിൽ ഈ അക്രമങ്ങൾ സ്വിച്ച് ഇട്ട പോലെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് CPIM തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ, ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ഗോപികൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിലേക്ക്, ഹർത്താലിനെ സംബന്ധിച്ചോളം പൊതുജനത്തിന്റെ മനസ്സാക്ഷി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് ഞങ്ങൾ നിരന്തരമായ ക്യാമ്പയിനാണ്. അത് ഞാനൊരു കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹിയായിട്ട് പോലും കഴിഞ്ഞ കോൺഗ്രസ് ഹർത്താലിന് പോലും ഞങ്ങൾ ഇറങ്ങി അതിനെതിരെ ക്യാമ്പയിൻ ചെയ്തിരുന്നു. കോൺഗ്രസിനകത്ത് വലിയൊരു വിഭാഗം ഈ തരത്തിലുള്ള പോലുള്ള സമരമാർഗങ്ങൾ സ്വീകരിക്കരുത് എന്ന് നിലപാടെടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മറ്റു പാർട്ടികളിലും ചെറുതായിട്ടുള്ള രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. CPIM പോലും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ ഹർത്താലുകൾ വ്യാപകമായിട്ട് വിളിക്കുന്നില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കേണ്ടി വരും. പക്ഷെ BJP ഈ കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് നടത്തിയിട്ടുള്ള ഹർത്താലുകളുടെ കണക്കെടുത്താൽ നേരത്തെ ഇവിടെ രാഷ്ട്രീയമായിട്ട് പറഞ്ഞവരെല്ലാവരും സൂചിപ്പിക്കുന്ന അതേ നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി ജനങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിമരിക്കുന്നതിനെല്ലാം ഉത്തരവാദികളാവുന്നത് ജനങ്ങളാണ്. ജനങ്ങൾ സംഘടിച്ച് മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. ഇവരുണ്ടാക്കുന്ന ഭയമുണ്ട്. ആ ഭയമാണ് ഇതിന്റെ എല്ലാം പ്രശ്നം.
ആ ഭയത്തെ മറികടക്കാൻ അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അതിന്റെ ബോധവൽക്കരണ ക്യാമ്പയിനുകളുമായിട്ടും ജില്ലാ തലത്തിലുള്ള കമ്മിറ്റികൾ ഉണ്ടായിക്കൊണ്ടാണ് സേ നോ ടു ഹർത്താൽ മുന്നോട്ട് പോകുന്നത്. എന്ത് വില കൊടുത്തും ഹർത്താലിനെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അക്കാര്യത്തിൽ 7 വർഷമായിട്ട് ഈ രണ്ട് പാർട്ടികളും ഇങ്ങനെ രണ്ട് ദിശയിലായിരിക്കുന്ന ഈ രണ്ട് പാർട്ടികളും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും കണക്കുകൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ ആവർത്തനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഈ തരത്തിലുള്ള ഒരു അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ, ജനത്തിൻ്റെ സ്വൈര ജീവിതത്തെ കെടുത്തുന്ന ഈ തരത്തിലുള്ള ഇടപെടലുകളെ പ്രതിരോധിക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? അതിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പുലർത്തേണ്ട ഉത്തരവാദിത്വവും മര്യാദയും എന്താണ്? എന്തുകൊണ്ട് അത് കേരളത്തിൽ നടക്കാതെ പോകുന്നു? അതൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. എന്തുകൊണ്ടാണ് കേരളം ഇത്രയധികം പ്രതിഷേധിക്കുന്നത്? എന്തുകൊണ്ടാണ് ഏതെങ്കിലും ഒരു പ്രതിഷേധത്തിന് മുമ്പിൽ മലയാളി ഉണ്ടാകുന്നത്? ഇതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മദ്രാസ് IIT ഉണ്ടായ പ്രശ്നം വന്നപ്പോൾ എൻ്റെ എഡിറ്റർ എന്നോട് ചോദിച്ചാണ്, നിങ്ങളെന്താ മലയാളികൾ ലോകത്ത് മുഴുവൻ പോയി കഴിഞ്ഞാൽ ഈ ബഹളം ഉണ്ടാക്കുന്നതെന്ന്. അതൊരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കേരളം എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുന്നത് വെച്ചാൽ അത് നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ മറ്റ് എല്ലാ ജീവിത ഇൻഡെക്സിൽ നമ്മൾ മുമ്പിൽ നിൽക്കുന്നത്. ഇങ്ങനെ ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ടാണ്. ഈ ഒരു പ്രശ്നത്തിലേക്ക്, അതായത് ഇപ്പം BJPയും RSSും ഒരു ഭാഗത്തും CPM വേറെ ഭാഗത്തും നടത്തിയിരിക്കുന്നത്, ഇതിനെക്കുറിച്ച് എനിക്ക് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭരണം കയ്യിലുള്ളിടത്തോളം കാലം നിയമത്തിൻ്റെ അപ്പുറത്തേക്ക് പോയി ശാരീരികമായിട്ട് പിന്നെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞ പോലെ ഞങ്ങൾ ചെറുത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായ ചെറുത്തുനിൽപ്പല്ലാതെ ശാരീരികമായ ചെറുത്തുനിൽപ്പതിനോട് എനിക്ക് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല. നിയമം നടപ്പിലാക്കുക എന്നുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അതുവഴി ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. കാരണം തലശ്ശേരിയിൽ പിന്നെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് 2 കൊലപാതകങ്ങൾ RSSകാർ നടത്തിയിട്ടുണ്ട്, പിന്നെ CPMകാർ. അപ്പോൾ അതിൽ ബുദ്ധിമുട്ടാണ്, CPMന് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് തന്നെ കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവന നടത്തിയത്. പക്ഷേ അത് ഒഴികഴിവല്ല, നിയമം വെച്ചിട്ട് തന്നെ നേരിടുക എന്നുള്ളതല്ലാതെ ശാരീരികമായി നേരിടാൻ CPMന് ധാർമ്മികമായിട്ട് യാതൊരു അവകാശവുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. BJP ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും ഞങ്ങളിവിടെ ഉണ്ട് എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അത്രത്തോളം പോകേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മലപ്പുറത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും BJPക്ക് വോട്ട് ഷെയർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറത്താണ്. എന്തുകൊണ്ട് കുറഞ്ഞു BJPക്ക്? എൻ്റെ അഭിപ്രായത്തിൽ ഈ എക്സ്ട്രീം രാഷ്ട്രീയം, അക്രമ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് BJP ഗുണകരമല്ല. BJPക്ക് വോട്ട് കൂടില്ല. BJP അവരുടെ ഈ എക്സ്ട്രീം ഹിന്ദുത്വ, എക്സ്ട്രീം ആയിട്ടുള്ള എല്ലാ രാഷ്ട്രീയം എടുത്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം അംഗീകരിക്കില്ല. അത് BJPക്ക് പാരയായിട്ട് വരുമെന്നുള്ള കാര്യം അവർക്ക് പതുക്കെ മനസ്സിലാകും. അവർ സ്വയം മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ നമുക്കിതിൻ്റെ അകത്ത് വേറെ ഓപ്ഷനില്ല. കാരണം അത്രയധികം പൊളിറ്റിക്കലാണ് നമ്മുടെ ലൈഫ്. ഈ 2 രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിക്കാതെ നിയമം മൂലം നേരിടാം, രാഷ്ട്രീയ പ്രവർത്തനം സമാധാനപരമായിട്ട് നടത്താമെന്ന് അവർ തീരുമാനിക്കാതെ നമ്മളിരുന്ന് എത്ര ചർച്ച ചെയ്തിട്ടും പ്രത്യേകിച്ച് ഗുണമുണ്ടാകും. രാജേഷ്, നിങ്ങളുടെ ഭാഗത്തു നിന്ന് പല സന്ദർഭങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ CPMനെ കുറ്റപ്പെടുത്തുമ്പോൾ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രകോപനങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര വലുതാണെന്ന് നിങ്ങൾ തന്നെ ഒരു ആത്മപരിശോധന നടത്താവുന്നതാണ്. മുഖ്യമന്ത്രിയെപ്പോലും ഇങ്ങനെ സ്വതന്ത്രമായി നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, മുഖ്യമന്ത്രിയെപ്പോലും വെല്ലുവിളിക്കുന്ന സാഹചര്യം, ഇനി പാർട്ടി പ്രവർത്തകരെ തൊട്ടാൽ തലകൾ ഉരുളും എന്ന് പൊതുപരിപാടിയിൽ പ്രസംഗിക്കുക. അങ്ങനെ കേരളത്തിൻ്റെ മണ്ണിൽ അസ്വസ്ഥത ഉണ്ടാകാൻ പാകത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ ആവർത്തിക്കാൻ പാകത്തിലുള്ള വെല്ലുവിളികളും ഹെയ്റ്റ് സ്പീച്ചും ഒക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. സ്വയം മാറി നിൽക്കാൻ, അല്ലെങ്കിൽ ഒരു സെൽഫ് റെസ്ട്രെയിൻഡ് ആയി നിൽക്കാൻ, ആത്മനിയന്ത്രണത്തോടുകൂടി സംശുദ്ധമായൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് എന്താണ് തടസ്സമുള്ളത്? എങ്ങനെയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കുക? ഗോപികൃഷ്ണ, സംയമനത്തോടെയും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടും പ്രവർത്തിക്കുന്ന പാർട്ടി ഞങ്ങളായതുകൊണ്ടാണ് ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിലേക്ക് കടക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. 14 സംസ്ഥാനങ്ങൾ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് ഭരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്, രാജ്യം ഭരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. വളരെ വിജയകരമായ ഗവൺമെൻറ് 4ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾ ഒരു തവണ ഭരിച്ചിട്ട് അടുത്ത തവണ പ്രതിപക്ഷത്തിരിക്കുകയല്ല ഗോപികൃഷ്ണ ചെയ്യുന്നത്. ഞങ്ങൾ വീണ്ടും 3, 4 തവണ 20, 25 വർഷമായിട്ട് വീണ്ടും ഇലക്ട് ചെയ്യുക ഞങ്ങളുടെ ഗവൺമെൻറ് ജനങ്ങൾ. അത് പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുത്തതുപോലെയല്ല. അത് ഈ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ തിരുത്തേണ്ട സ്ഥലങ്ങളിലൊക്കെ തിരുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് 1920 മുതൽ ഇന്ന് വരെയുള്ള വളർച്ച എടുത്ത് പരിശോധിച്ചു, പാർലമെന്റിലായാലും കേരളത്തിൽ തിരുത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറയട്ടെ,
ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, അപ്പോൾ മനസ്സിലാവും. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തിരുത്തലുകൾ വരുത്തേണ്ടതായിട്ട് ആവശ്യമുണ്ട് എന്ന് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ആവശ്യമെന്ന് ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ 2-3 തവണ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇനി കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾ ഇരകളാണ്. ഞങ്ങൾക്ക് MLA ഇല്ല, ഭരണമില്ല, ഒന്നുമില്ല. ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു MLA കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്? ഞങ്ങൾക്ക് കൂടി നീതി തരേണ്ടത് KV അബ്ദുൽ ഖാദർ MLA പാർട്ടിയാണ്. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ കിടന്നുറങ്ങുന്ന റൂമിന് നേർക്ക് ബോംബെറിഞ്ഞ് 4 മാസമായിട്ടും അതിൽപ്പെട്ടവരെ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടത്തിൽ എന്താ പറയേണ്ടത്? ഇങ്ങോട്ടും ഉണ്ടായ അസ്വസ്ഥതകളൊന്നും നിങ്ങൾക്കൊരു ഭാഗവുമില്ല. നിങ്ങൾ കയ്യും കെട്ടിയിരിക്കുകയായിരുന്നു. നിങ്ങൾക്കൊരു റോളുമില്ല. നിങ്ങൾ ഇരകളായി തന്നെ ഇരിക്കുക. ഞങ്ങളുടെ പ്രവർത്തകരുടെ ശരീരത്തിലൂടെ ഓടുന്ന ചോരയുടെ നിറവും ചുവപ്പാ. അവരും പച്ചയായ മനുഷ്യരാ. നിരന്തരം പുലിയായിട്ട് മാറും. ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ KV അബ്ദുൽ ഖാദർ, ചുരുങ്ങിയ വാക്കുകളിൽ, സമയം വളരെ കുറവാണ്. അല്ല, കേരളത്തിൽ RSS കൊലപ്പെടുത്തിയ BJP കൊലപ്പെടുത്തിയ CPM പ്രവർത്തകരുടെ എണ്ണം ഏകദേശം 160ഓളമാണ്. അവരാരും സ്വയം ആത്മഹത്യ ചെയ്തതല്ല എന്നെങ്കിലും ശ്രീ VV രാജേഷ് സമ്മതിക്കണം. അത് കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളുടെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ കേരളത്തിലെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അക്രമങ്ങൾ വെളിവാക്കുന്നത്. ഇവിടെ സീതാറാം യെച്ചൂരിയെ ആക്രമിച്ചതിന് ശേഷം കേരളത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ ഹർത്താലായിട്ട് മാറിയിരുന്നില്ല. ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വളരെ ബോധപൂർവം നിങ്ങൾ നടത്തിയ ശ്രമങ്ങളുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിക്ക് നേരെ ബോംബേറ് നടത്തിയത്. ഇവിടെ ഞങ്ങൾ കേരളത്തിലെ CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. ഇനിയും ഇത്തരം സംഭവങ്ങളില്ലാതെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സുരേഷ് ബാബു, എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്വയം മാറേണ്ടത്? ഇപ്പോൾ BJP-യും CPM-ഉം 2 നേതാക്കന്മാരും സംസാരിച്ചതിനകത്തുനിന്ന് അവരാരും ഗ്രൗണ്ട് റിയാലിറ്റി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരിപ്പോഴും അവർ ഇന്നലെ വരെ ശീലിച്ചു വന്ന കത്തിക്ക് കത്തി ചോരക്ക് ചോര സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നു അവരുടെ മനംമാറ്റം ഉണ്ടാകും. കേരളം ഒരു സമാധാനമായ അന്തരീക്ഷം ഉണ്ടാക്കണമെന്ന് അവരിൽ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി ഞാൻ ജനങ്ങളോട്. രാഷ്ട്രീയ പ്രവർത്തനം ചോര കണ്ടുകൊണ്ടല്ല വേണ്ടത്. കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനെതിരെ ജനങ്ങൾ തന്നെ ഉണർന്ന് പ്രവർത്തിക്കാൻ പാകത്തിലുള്ള സംസ്കാരം നമുക്കുണ്ടാകട്ടെ. വളരെയധികം നന്ദി ശ്രീ KV അബ്ദുൽ ഖാദർ MLA, ശ്രീ VV രാജേഷ്, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ശ്രീ KJ ജേക്കബ്, ശ്രീ രാജു P നായർ ചർച്ചയിൽ പങ്കെടുത്തു. സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം MAT മൂസ കാണാം. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.